ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പച്ചരി കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെ പച്ചരി നന്നായി കഴുകി വെള്ളം വാർത്തെടുത്ത ശേഷം നമ്മൾ നന്നായി വറുത്തെടുക്കണം. സാധാരണ നമ്മൾ പുട്ടുപൊടി ഉണ്ടാക്കാറില്ലേ വീട്ടിൽ, അതുപോലെ തന്നെയാണ്. പക്ഷേ പുട്ടുപൊടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരി പൊടിച്ചെടുത്ത ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് അരി തന്നെ ആദ്യം വറുത്തെടുത്ത് അതിന് ശേഷം മിക്സി ജാറിലിട്ട് പൊടിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേ അത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ അരി കഴുകി അതിൻ്റെ വെള്ളം വാർന്ന ശേഷം വറുത്തെടുത്ത് മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പുട്ടോ ഉണ്ടയോ അരിയുണ്ടയോ എന്തും തയ്യാറാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ അരി പൊടിച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി അരച്ച് ചേർക്കണം. ജീരകവും ചേർത്ത് അരച്ച് ചേർക്കണം. അതിനുശേഷം നന്നായി വെള്ളം ചേർത്ത് കുഴച്ചത് അതുപോലെ ഉണ്ടകളാക്കി ചെറിയ ഉരുളകളാക്കി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ 10 മിനിറ്റല്ലേ സമയം സെറ്റ് ചെയ്യില്ല, അതുപോലെ ഇതിനൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് 10 മിനിറ്റ് വേണ്ടു ഇതിന്. 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് നല്ല പോലെ വെന്ത് കിട്ടും. അതാ വെന്തിട്ടുണ്ട്. നമ്മളെ അരിയുണ്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിയുണ്ട തന്നെ നമുക്ക് കിട്ടും. വറുത്തെടുത്തിട്ട് അരി നന്നായിട്ട് വറുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടയോ നമുക്ക് അല്ലെങ്കിൽ പുട്ടോ ഈ ഒരു പൊടി വെച്ച് നമുക്ക് പുട്ടും തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ.